കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ വീണ്ടും എൻ്റെ സ്നേഹബന്ധങ്ങളെ ഈ സമയത്ത് ഞാൻ അറിയുകയാണ്. വിശുദ്ധ ബൈബിളിലെ പുസ്തകങ്ങളിൽ കൂടി കർത്താവായ യേശു ക്രിസ്തു ഏത് നിലയിൽ അവതരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള പഠന പരമ്പരയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവായ യേശു സ്ത്രീയുടെ സന്തതി ആയിരുന്നു എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. പുറപ്പാട് പുസ്തകത്തിൽ അവനെ പെസഹ കുഞ്ഞാടായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവതരിപ്പിച്ചിട്ടുള്ളത്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെടുന്നതിന് ദൈവം വെച്ച ഒരു വ്യവസ്ഥ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി 1-ാം മാസം ആയിരിക്കണമെന്നും ഈ 1-ാം മാസത്തിൻ്റെ 10-ാം ദിവസം നിങ്ങളിൽ ഓരോരുത്തൻ ഊനമില്ലാത്ത ഓരോ ആണാട്ടിൻകുട്ടിയെ ഓരോ കുടുംബത്തിൻ്റെയും ജീവരക്ഷയ്ക്ക് വേണ്ടി വേർതിരിക്കണമെന്നും 4 ദിവസം അതിനെ സൂക്ഷ്മമായി പരിശോധിക്കണമെന്നും 14-ാം ദിവസത്തിൻ്റെ സന്ധ്യായാഗ സമയത്ത് അതിനെ അറുക്കണമെന്നും ദൈവം മോശ മുഖാന്തരം ഇസ്രായേലിനോട് കൽപ്പിക്കുകയുണ്ടായി. അപ്രകാരം ദൈവം പറഞ്ഞതനുസരിച്ച് ഓരോ ഇസ്രായേലിനും ഓരോ ഊനമില്ലാത്ത ആണാട്ടിൻകുട്ടിയെ വേർതിരിക്കുകയും ആ ആണാട്ടിൻകുട്ടിയെ ആ നിലയിൽ സന്ധ്യാസമയത്ത് യാഗമാക്കുകയും അതിൻ്റെ മാംസം തീയിൽ ചുട്ടതായി കൈപ്പിയരോട് അവർ തിന്നുകയും ചെയ്തു. അതോടുകൂടി നാം വായിക്കുന്നത് ആ അറുക്കപ്പെട്ട യാഗമൃഗത്തിൻ്റെ രക്തം അവർ പാർത്തു വന്ന വീടിൻ്റെ കട്ടളക്കാൽ രണ്ടിനുമേലും അതിൻ്റെ കുറുമണിമേലും പുരട്ടിയതായും സംഹാരദൂതൻ മിസ്രയീമിൽ അർദ്ധരാത്രിയിൽ ആ വഴിയായി വരുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തം അടയാളമായി കണ്ട വീടുകളെ വിട്ട് ഒഴുകുകയും ആ ഭവനങ്ങളിലുള്ള ആളുകൾ എല്ലാവരും രക്ഷപ്രാപിക്കുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. ഈ അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാട് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കാൽവല്ലെ ഗോൽഗോദായിലേക്ക് പോയി 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിതനായി നമുക്ക് വേണ്ടി തൻ്റെ ചങ്കിലെ തിരുരക്തം ചൊരിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്തിൻ്റെ ഏറ്റവും സ്പഷ്ടമായിരിക്കുന്ന ഒരു പ്രതീകമാണ്. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ ഇപ്രകാരം പറയുന്നു: നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. പ്രിയമുള്ളവരെ, നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ദൈവത്തിൻ്റെ പെസഹയായി കാലത്തിൻ്റെ ചരിത്രത്തിൽ അവതരിച്ച് മനുഷ്യജന്മം പ്രാപിച്ച് മരക്കുരിശുമേൽ മരിച്ച് മാനവജാതിക്ക് രക്ഷയൊരുക്കിയ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് പുറപ്പാട് പുസ്തകത്തിലെ പെസഹ കുഞ്ഞാടിലൂടെ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും സംഹാര ദൂതനുള്ള വിടുതൽ എന്നേക്കുമായി പ്രാപിക്കുന്നു.